വേരറ്റവന്റെ പടർച്ചകൾ. രചന ബദറുദ്ദീൻ PK. പ്രണയം ഒരു മരമായിരുന്നു. ആഴത്തിൽ വേരുകളാഴ്ത്തി എൻ്റെ സിരകളിലേക്ക് പടർന്ന ഒരു മഹാവർഷം. നീ പെയ്തു തോർന്നപ്പോൾ ബാക്കിയായ ഈ തരിശുഭൂമിയിൽ ആ വേരുകൾ അറ്റുപോയ ഇടങ്ങളിൽ നിന്നാണ് എൻ്റെ അതിജീവനത്തിൻ്റെ 1-ാം അധ്യായം ആരംഭിക്കുന്നത്. ഓരോ വിരഹവും ഒരു മരണമാണ്. എന്നാൽ ആ ശവപ്പറമ്പിൽ നിന്നും പുതിയൊരു ജീവൻ നാം എടുക്കുന്ന വിദ്യയാണ് അതിജീവൻ. നിന്റെ ഓർമ്മകളുടെ പഴുത്ത ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് കണ്ട് ലോകം കരുതിയത് ഞാൻ ഉണങ്ങിപ്പോയി എന്നാണ്. പക്ഷേ മുറിവേറ്റ വേരുകൾ അപ്പോഴും മണ്ണിനോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രണയത്തിൻ്റെ മധുരത്തെക്കാൾ വിരഹത്തിൻ്റെ കയ്പിനാണ് കരുത്തുള്ളതെന്ന് തിരിച്ചറിയാൻ എനിക്ക് കാലങ്ങളോളം കാത്തിരിക്കേണ്ടി. ശൂന്യമായ ആകാശത്തേക്ക് നോക്കി മരവിച്ചു നിൽക്കുന്ന മരത്തിന് പറയാനുള്ളത് കാറ്റിൻ്റെ ക്രൂരതയെക്കുറിച്ചല്ല, മറിച്ച് തൻ്റെ ഉള്ളിലുറങ്ങുന്ന പുതിയൊരു വസന്തത്തെക്കുറിച്ചാണ്. നീ എന്ന വേനലിൽ കരിഞ്ഞുപോയ എൻ്റെ സ്വപ്നങ്ങൾ മറ്റൊരു മഴയിൽ വീണ്ടും മുളയ്ക്കുമെന്ന് എനിക്കറിയാം. കാരണം പ്രണയമെന്നെ തോൽപ്പിച്ചപ്പോൾ അതിജീവനമെന്നെ വീഴാൻ സമ്മതിച്ചില്ല. നാം പരസ്പരം പിരിഞ്ഞ ആ തെരുവിൽ ഇന്നും വെളിച്ചമുണ്ട്. ആ വെളിച്ചം നിന്റെ നിഴലിനെ എന്നേക്കാൾ വലുതാക്കി മാറ്റുന്നു. നിഴലുകൾക്ക് പ്രായമാകാറില്ല, അവ എപ്പോഴും എന്നോടൊപ്പം തന്നെയുണ്ട്. പ്രണയമില്ലാതെയും മനുഷ്യൻ ജീവിക്കുമെന്ന് ഞാൻ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് കടലിരമ്പം അടങ്ങിയ ശേഷമുള്ള ശാന്തത പോലെയാണ്. അവിടെ ശബ്ദമില്ല, പക്ഷെ വലിയൊരു ആഴമുണ്ട്. ഇന്നെൻ്റെ ഉള്ളിലൊരു വനമുണ്ട്. നീ നട്ട വൃക്ഷം മാത്രമല്ല, വേർപിരിയലിൻ്റെ കനലിൽ ബന്ധമുളച്ച അനേകം കാട്ടുചെടികൾ അവിടെയുണ്ട്. അവയൊന്നും സുഗന്ധമുള്ള പൂക്കൾ നൽകുന്നില്ലായിരിക്കാം, പക്ഷേ അവ എൻ്റെ ഹൃദയത്തെ മരുഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്നു. പ്രണയം ഒരു അനുഗ്രഹമാണെങ്കിൽ വിരഹം ഒരു അറിവാണ്. ആ അറിവിലൂടെ തനിയെ നടന്നു നീങ്ങുന്ന ഓരോ മനുഷ്യനും ഒരു കവിതയാണ്. വാക്കുകളില്ലാത്ത, വൃത്തമില്ലാത്ത, താളമില്ലാത്ത ജീവിതത്തിൻ്റെ മഹാകഥ.